ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് സ്പ്രെഡ്ഷീറ്റ് ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നടത്തുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഏകദേശം പകുതിയോളം ക്ലാസ്സുകൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് 1 ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2ലേക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ അതൊരു റിവിഷൻ, കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എക്സാം അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നമുക്കിതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ സ്പ്രെഡ്ഷീറ്റ് ഫയൽ ഈസ് നോൺ ആസ്, ഒരു സ്പ്രെഡ്ഷീറ്റിന് ഫയലിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് ഫയലിന് വിളിക്കുന്നത് നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? വർക്ക് ബുക്ക് എന്നാണ് സ്പ്രെഡ്ഷീറ്റ് ഫയലിനെ വിളിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ കാൽക്ക് ഫയൽ, കാൽക്ക് ഫയലിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്താണ്? പോയിൻ്റ് ODF എന്നായിരുന്നു, അല്ലേ? പോയിൻ്റ് ODF എന്നാണ് കാൽക്ക് ഫയലിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അറ്റ് എ ടൈം ദർ വിൽ ബി ഡാഷ് നമ്പർ ഓഫ് വർക്ക്ഷീറ്റ് ക്യാൻ ബി മെയ്ഡ് ആക്റ്റീവ്. അപ്പോൾ ഓരോ സമയത്ത് നമുക്ക് കാൽക്കിൽ വർക്ക്ഷീറ്റ് എത്ര എണ്ണം വരെ ആക്റ്റീവ് ആക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരെണ്ണം വരെ ആക്റ്റീവ് ആക്കാവത്തുള്ളൂ, അല്ലേ? 1 ഷീറ്റ് മാത്രമേ ആക്റ്റീവ് ആക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്ക് അതിനുശേഷം കൂടുതൽ വർക്ക്ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു സമയത്ത് നമുക്ക് ഒറ്റ വർക്ക്ഷീറ്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അല്ലേ? ദെൻ അടുത്തത് ദ ഡിഫോൾട്ട് വർക്ക് ബുക്ക് നെയിം, ഡിഫോൾട്ട് വർക്ക് ബുക്ക് നെയിമിൻ്റെ പേരെന്തായിരുന്നു? അൺടൈറ്റിൽഡ് 1 ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, അല്ലേ? അൺടൈറ്റിൽഡ് 1. നമുക്കതിൽ വേണമെങ്കിൽ പേര് നമുക്ക് മാറ്റി കൊടുക്കാം, അല്ലേ? അത്രയേ ഉള്ളൂ. നമുക്കത് പേര് റീനെയിം ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ബുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഗീവ് നെയിം ഓഫ് എനി 4 സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഏതെങ്കിലും 4 സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം MX Excel ഉണ്ട്, ലിബറെ ഓഫീസ് ഉണ്ട്, അല്ലേ? ലിബറെ ഓഫീസ് കാൽക്ക്, ലോട്ടസ് 1 2 3, ഓപ്പൺ ഓഫീസ് കാൽക്ക്, അങ്ങനെ ഏതെങ്കിലും ഒരു 4 എണ്ണം പേരുകൾ പഠിച്ചിരിക്കുക. ദെൻ ദ ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. റോയും കോളവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് പറയുന്ന പേര് സെൽ എന്നാണ്, അല്ലേ? സെൽ എന്നാണ് അതിന് പറയുന്നത്. അടുത്തത് എ ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് ഓഫ് സെൽ ദാറ്റ് ആർ ഹൈലൈറ്റഡ് ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് നോൺ ആസ്, ഒരു ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് ഓഫ് സെല്ല്, നമ്മളൊരു വർക്ക്ഷീറ്റിൽ കുറേ സെല്ലുകളെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ചെടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? അതിനെ റേഞ്ച് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അതിനെ റേഞ്ച് എന്നാണ് പറയുക. ലിബറെ ഓഫീസ് കാൽക്ക് ഈസ് എ ഡാഷ് സോഫ്റ്റ്വെയർ, ലിബറെ ഓഫീസ് കാൽക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്, അല്ലേ? ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ലിബറെ ഓഫീസ് കാൽക്ക്. ഇനി അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽ ദാറ്റ് ഫോംസ് എ റെക്ടാങ്കുലർ ഏരിയ, ഒരു റെക്ടാങ്കിൾ ഏരിയ ഫോം ചെയ്യിക്കുന്ന കുറേ സെല്ലുകൾ, അടുത്തടുത്തുള്ള അഡ്ജസൻറ്റ് സെല്ലുകൾ ഒരുമിച്ച് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അതും റേഞ്ച് എന്നാണ് പറയുന്നത്, അല്ലേ? അതിനെ നമുക്ക് റേഞ്ച് എന്നാണ് പറയുക. ദെൻ ബൈ ഡിഫോൾട്ട് ഡാഷ് നമ്പർ ഓഫ് വർക്ക്ഷീറ്റ് ഈസ് അവൈലബിൾ, നമ്മൾ ആദ്യം ലിബറെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒരു വർക്ക്ഷീറ്റ് മാത്രമേ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. നമുക്ക് കൂടുതൽ വർക്ക്ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലേ? അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് 1 വർക്ക്ഷീറ്റ് മാത്രമേ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. ദെൻ ഗീവ് എനി 1 വേ ടു ആഡ് എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ കാൽക്ക്, കാൽക്കിൽ നമ്മൾ പുതിയ വർക്ക്ഷീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം റൈറ്റ് ക്ലിക്ക് ദ മൗസ് അറ്റ് ദ ഷീറ്റ് ടാബ് ഏരിയയിൽ മൗസ് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ഷീറ്റിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് വർക്ക്ഷീറ്റ് എന്നുള്ളതിൽ അങ്ങനെ ഒരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു വർക്ക്ഷീറ്റിനടുത്തുള്ള ഒരു പ്ലസ് മാർക്കിനോടുകൂടി നമ്മളവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യാവുന്നതാണ്, അല്ലേ? അടുത്തത് സെൽ അഡ്രസ് യൂസ്ഡ് ഇൻ എ ഫോർമുല, സെൽ അഡ്രസ്സ് ഒരു ഫോർമുലയിൽ യൂസ് ചെയ്യുന്ന ആ സെൽ അഡ്രസ്സിന് പറയുന്ന പേരെന്തായിരുന്നു? അതിന് സെൽ റെഫറൻസ് എന്നാണ് പറയുന്നത്, അല്ലേ? സെൽ റെഫറൻസ് എന്നാണ് പറയുക, ഓർത്തിരിക്കുക. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ്, ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഏതിനൊരു എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പഠിച്ചിരിക്കേണ്ട ഏരിയയാണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്താണ്, റിലേറ്റീവ് സെൽ റെഫറൻസ് എന്താണ്, മിക്സഡ് സെൽ റെഫറൻസ് എന്താണ്, അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾ എന്താണ്, അത് നമ്മളൊന്ന് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ടൈപ്സ് ഓഫ് സെൽ റെഫറൻസ്, സെൽ റെഫറൻസ് നമുക്കിവിടെ 3 തരത്തിലാണുള്ളത്. റിലേറ്റീവ് റെഫറൻസും ഉണ്ട്, ആബ്സല്യൂട്ട് റെഫറൻസും ഉണ്ട്, മിക്സഡ് സെൽ റെഫറൻസും ഉണ്ട്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് റിലേറ്റീവ് റെഫറൻസ് അല്ലെങ്കിൽ നോർമൽ റെഫറൻസ് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഈ നോർമൽ റെഫറൻസ് എന്താണെന്നുള്ളത് നമ്മുടെ ഒരു സെൻറ്റൻസിന് വേണ്ടി പഠിച്ചു വെച്ചാൽ മതി. ഇൻ റിലേറ്റീവ് സെൽ റെഫറൻസ് വെൻ എ ഫോർമുല ഈസ് കോപ്പീഡ് ടു അനദർ സെൽ ദ സെൽ റെഫറൻസ് ഗിവൺ ഇൻ ദി ഫോർമുല വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ടു സ്യൂട്ട് ദ ന്യൂ ലൊക്കേഷൻ. നമ്മളൊരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഫോർമുല കോപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്ന സെൽ റെഫറൻസ് വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ടു സ്യൂട്ട് ദ ന്യൂ ലൊക്കേഷൻ. നമ്മൾ ആ ഒരു ഏത് ലൊക്കേഷനിലേക്കാണ് അടുത്ത സെല്ലിലേക്ക് നമ്മൾ ആ ഒരു ഫോർമുല കോപ്പി ചെയ്യുമ്പോൾ ആ സെല്ലിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റം വരും എന്നുള്ളതാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്താണെന്നുള്ളത് ഇങ്ങനെ ഒരു സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൽ D1 എക്സാമ്പിൾ സെൽ D1 എന്ന് മാത്രമുള്ളെങ്കിൽ എന്താണ്, അതൊരു റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. നമുക്കറിയാം ആബ്സല്യൂട്ട് സെൽ റെഫറൻസിലേക്ക് വരുമ്പോഴും
മിക്സഡ് സെൽ റെഫറൻസിലേക്ക് വരുമ്പം ഡോളർ സൈൻ അതിൽ ആഡ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ഡോളർ സൈൻ ഒന്നും ഇല്ലാത്ത സാധാരണ സെൽ അഡ്രസ്സ് എന്താണ്? അത് റിലേറ്റീവ് റെഫറൻസ് ആണ് അല്ലേ. റിലേറ്റീവ് റെഫറൻസ് എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്താണെന്നുള്ളത് നോക്കണം. ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഡസ് നോട്ട് ചേഞ്ച് വെൻ കോപ്പീഡ് ടു അനദർ ലൊക്കേഷൻ. നമ്മൾ ഫോർമുല മറ്റൊരു ലൊക്കേഷനിലേക്ക് മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ആബ്സല്യൂട്ട് റെഫറൻസ് കൊടുത്തിരിക്കുന്ന അത് മാറുന്നില്ല അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്, അത് മാറ്റം വരുന്നില്ല. ആൻഡ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഈസ് യൂസ്ഡ് ടു കീപ്പ് എ സെൽ കോൺസ്റ്റൻറ്റ് ഇൻ ദി ഫോർമുല. നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണമെങ്കിൽ, സ്ഥിരമാക്കി വെക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൽ റെഫറൻസാണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കീപ്പ് എ സെൽ കോൺസ്റ്റൻറ്റ്. ഒരു സെല്ലിലുള്ള വാല്യൂ അതിനെ ഫിക്സഡ് ആക്കി കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുക. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഡോളർ സൈൻ അല്ലേ. ഡോളർ സൈനാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആബ്സല്യൂട്ട് സെൽ റെഫറൻസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ C1 എന്ന് പറയുന്ന ആ ഒരു സെല്ല് C1. ഇപ്പോൾ സിയുടെ ലെഫ്റ്റ് സൈഡിലും 1ൻ്റെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ഡോളർ സൈൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കോളത്തിൻ്റെയും ഒപ്പം തന്നെ റോയുടെയും നമുക്ക് സൈഡിലായിട്ട് ഡോളർ സൈൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്നാണ് പറയുക. അപ്പോൾ ആബ്സല്യൂട്ട് സെൽ റെഫറൻസിൻ്റെ ഉദാഹരണം ഓർത്തിരിക്കുക. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ ലെഫ്റ്റ് സൈഡിലും 1ൻ്റെ ലെഫ്റ്റ് സൈഡിലും ഡോളർ സൈൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ B7 ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബിയുടെ ലെഫ്റ്റ് സൈഡിലും 7ൻ്റെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ഡോളർ സൈൻ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ കോളത്തിൻ്റെയും റോയുടെയും അതിനോട് ചേർന്ന് ഡോളർ സൈൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. ഇനി മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. മിക്സഡ് സെൽ റെഫറൻസിൽ മിക്സഡ് റെഫറൻസ് ഈസ് യൂസ്ഡ് ടു കീപ്പ് എ കോളം ഓർ റോ. നമ്മൾ കുറച്ച് മുമ്പ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസിൽ കോളത്തിനും റോയ്ക്കും അടുത്തായിട്ട് ഡോളർ സൈൻ ഇട്ടിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ മിക്സഡ് റെഫറൻസിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ കോളത്തിൽ അല്ലെങ്കിൽ റോയ്ക്ക് സൈഡിലായിട്ട് നമ്മൾ ഡോളർ സൈൻ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൈൻ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ റോയ്ക്കോ അല്ലെങ്കിൽ റോയ്ക്കോ മാത്രമായിരിക്കും, കോളത്തിനോ റോയ്ക്കോ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് മിക്സഡ് റെഫറൻസ് എന്നാണ് പറയുക. ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, A1 എന്നുള്ള ആ ഒരു സെല്ലിൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഡോളർ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. എയുടെ ലെഫ്റ്റ് സൈഡിൽ ഡോളർ ഇല്ലല്ലോ. അല്ലെങ്കിൽ B1 എന്ന് പറയുന്ന ആ ഒരു സെല്ലിൽ ബിയുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഡോളർ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇതെന്തൊരു ഉദാഹരണമാണ്? മിക്സഡ് റെഫറൻസിന് ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ മിക്സഡ് റെഫറൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് പാർഷ്യലി ആബ്സല്യൂട്ട് ആൻഡ് പാർഷ്യലി റിലേറ്റീവ് അല്ലേ. പാർട്ട്ലി ആബ്സല്യൂട്ടും പാർട്ട്ലി റിലേറ്റീവുമാണ്. രണ്ടിനോട് മിക്സഡ് ആണ്, അതുകൊണ്ടാണ് ഇതിന് മിക്സഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ നോക്കുക, ചേഞ്ച് ദ ഫോളോവിങ് റിലേറ്റീവ് സെൽ റെഫറൻസ് ടു ആബ്സല്യൂട്ട് സെൽ റെഫറൻസ്. ഇപ്പോൾ റിലേറ്റീവ് സെൽ റെഫറൻസ് സാധാരണ ഒരു സെൽ അഡ്രസ്സ് അല്ലേ, E7 E5 എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ ആബ്സല്യൂട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇയുടെ ലെഫ്റ്റ് സൈഡിലും 5ൻ്റെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ഡോളർ സൈൻ കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുക നോക്കിയേ. ഇവിടെ ഇയുടെ ലെഫ്റ്റ് സൈഡിൽ ഡോളർ, 5ൻ്റെ ലെഫ്റ്റ് സൈഡും ഡോളർ അല്ലേ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? 13ാമത്തെ ഗിവൻ എക്സാമ്പിൾ ഓഫ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് അല്ലേ. അപ്പോൾ ആബ്സല്യൂട്ട് സെൽ റെഫറൻസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൽ അഡ്രസ്സ് എഴുതുക, അതിനുശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഓരോന്നിൻ്റെയും അതായത് കോളത്തിൻ്റെയും ഒപ്പം തന്നെ റോയുടെയും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡോളർ സൈൻ കൊടുക്കുക അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപോലെ A5 ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് A6 എടുക്കാം, അല്ലെങ്കിൽ I5 ആവാം, ഏതും എടുക്കാം. പക്ഷേ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡോളർ സൈൻ കൊടുത്തിരിക്കണം. അത് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ് അല്ലേ. അപ്പോൾ എക്സാമിന് വരാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർമുല ഷുഡ് ഓൾവേസ് ബിഗിൻ വിത്ത്. ഫോർമുല എപ്പോഴും അത് തുടങ്ങുന്നത് എന്ത് സൈൻ വെച്ചാണ്? ഈക്വൽ സൈൻ വെച്ചാണ് തുടങ്ങേണ്ടത് അല്ലേ. ഫോർമുല ഈക്വൽ സൈൻ വെച്ചാണ് തുടങ്ങേണ്ടത്. ഫോർമുല ഓർക്കുക, ഈക്വൽ സൈൻ, ഈ സൈൻ വെച്ചുകൊണ്ടാണ് ഫോർമുല നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ പ്രീ ഡിഫൈൻഡ് ഫോർമുല ഇൻ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൽ പ്രീ ഡിഫൈൻഡ് ഫോർമുലയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഫംഗ്ഷൻ എന്നാണ് പ്രീ ഡിഫൈൻഡ് ഫോർമുലയിൽ, സ്പ്രെഡ്ഷീറ്റിലെ പ്രീ ഡിഫൈൻഡ് ഫോർമുലയെ നമ്മൾ വിളിക്കുക. അപ്പോൾ ഫോർമുലയും ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഫോർമുല എന്ന് വെച്ചാൽ മാൻമെയ്ഡ് ആണല്ലേ, നമ്മൾ തന്നെ ഫോർമുലയിലെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണം. പക്ഷേ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ സം ആണെങ്കിൽ, സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ സം എന്ന് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ സിൻടാക്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മളത് നോക്കി ടൈപ്പ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുലയാണ്. സ്പ്രെഡ്ഷീറ്റ് തന്നെ നേരത്തെ തന്നെ അത് ബൈ ഡിഫോൾട്ട് ഉള്ള ഫോർമുലയാണ് അല്ലേ, അത് ഓർത്തിരിക്കുക. ദെൻ ഡോളർ സിമ്പിൾ ഈസ് പ്രിഫിക്സ്ഡ് ഓൺ ദി കോളം ആൻഡ് റോ നെയിം ഇൻ എ ഫോർമുല. ഇപ്പോൾ ഡോളർ സൈൻ നമ്മൾ കോളത്തിൻ്റെയും റോ നെയിമിൻ്റെയും ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രീഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണല്ലേ. ഇപ്പോൾ രണ്ടിലും ഉണ്ട്, കോളത്തിൻ്റെയും റോയുടെയും ലെഫ്റ്റ് സൈഡിലുണ്ട്, അതുകൊണ്ട് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണല്ലേ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത്, വിച്ച് ഫംഗ്ഷൻ റിട്ടേൺസ് ദ കറണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ഡേറ്റ് ഇൻ ദി സെല്ല്.
നമ്മൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കറണ്ട് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഏത് ഫംഗ്ഷനാണെന്ന് ചോദിച്ചിരിക്കുന്നത് ടുഡേ ഫംഗ്ഷനാണല്ലേ, ടുഡേ ഫംഗ്ഷനാണ് അത് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. വിച്ച് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് എ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം. സിസ്റ്റം ഡേറ്റും ടൈമോടും കാണിക്കണത് എന്തായിരുന്നു? നൗ ഫംഗ്ഷനാണ് അല്ലേ, നൗ ഫംഗ്ഷൻ. സിസ്റ്റം ഡേറ്റും ടൈമും ഉപയോഗിക്കണമെങ്കിൽ നൗ ഫംഗ്ഷൻ ഉപയോഗിക്കണം. Then in LibreOffice Calc, dash has been set as the default date with the date value 0. അപ്പോൾ LibreOffice Calcൽ ഏത് വർഷമാണ് അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണ് സെറ്റ് ഓഫ് ദി ഡിഫോൾട്ട് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിസംബർ 30, 1899 ആണ് അല്ലേ, അതാണ് ബേസ് ഇയർ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഡിസംബർ 30 അല്ലേ, 30/12/1899 ഇതിനെ ബേസായി എടുത്തുകൊണ്ടാണ് ഡേറ്റും മറ്റ് കാര്യങ്ങളും അതിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ ബേസ് ഇയർ LibreOffice Calcൽ ബേസ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30/12/1899 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ വിച്ച് കവേർട്സ് ഡേറ്റ് ഇൻ ടു ദി കൺവേർട്സ് അല്ലേ, കൺവേർട്സ് എന്നാണിത്, ഡേറ്റ് ഇൻ ടു ദി കറസ്പോണ്ടിങ് ഇൻറ്റേർണൽ ഡേറ്റ് നമ്പർ. അപ്പോൾ ഇവിടെ ഡേറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഡേറ്റ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഡേറ്റ് വാല്യൂ കാണിച്ചു തരുന്നത് ഏതാണ്? ഡേറ്റ് വാല്യൂ ആണല്ലേ, ഡേറ്റ് വാല്യൂ ആണ് കാണിച്ചു തരിക. ദെൻ വിച്ച് ഫംഗ്ഷൻ യൂസ്ഡ് ടു കൗണ്ട് ഓഫ് ന്യൂമറിക് വാല്യൂ യൂസ്ഡ് ഇൻ എ ഗിവൺ റേഞ്ച് ഓഫ് സെല്ല്. ഒരു ഗിവൺ റേഞ്ച് ഓഫ് സെല്ലിൽ എത്ര നമ്പറുകളുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യിക്കുന്ന വാല്യൂ എന്തായിരുന്നു? അത് കൗണ്ട് ഫംഗ്ഷൻ ആണല്ലേ. 22ാമത്തെ ക്വസ്റ്റ്യൻ അത് കൗണ്ട് ഫംഗ്ഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് വിച്ച് ഫംഗ്ഷൻ കൗണ്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽ വിച്ച് കണ്ടെയ്ൻ എനി വാല്യൂ. നമുക്ക് എത്ര വാല്യൂ ഉള്ള സെൽസ് എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് കൗണ്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് വിച്ച് കണ്ടെയ്ൻ എനി വാല്യൂ. ഏതെങ്കിലും വാല്യൂ ഉള്ള സെല്ലുകൾ എത്രയാണെന്നുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നത് അതിനുപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ടയാണ് അല്ലേ, കൗണ്ടയാണ് വാല്യൂ ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി. വിച്ച് ഫംഗ്ഷൻ കൗണ്ടർ ദ നമ്പർ ഓഫ് എം ഡി സെല്ല്, വാല്യൂ ഇല്ലാത്ത എം ഡി ആയിട്ടുള്ള സെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ട് ബ്ലാങ്ക് ആണല്ലേ, കൗണ്ട് ബ്ലാങ്ക് എന്നുള്ള ആ ഒരു ഫംഗ്ഷനാണ്. ഇനി അടുത്ത വിച്ച് ഫംഗ്ഷൻ കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽ വിത്തിൻ എ ഗിവൺ റേഞ്ച് ദാറ്റ് മീറ്റ്സ് ദ യൂസ്ഡ് ടു പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻ. ഡിഫൈൻഡ് കണ്ടീഷൻ അല്ലേ. വിച്ച് ഫംഗ്ഷൻ കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽ വിത്തിൻ എ ഗിവൺ റേഞ്ച് ദാറ്റ് മീറ്റ്സ് ദ യൂസ്ഡ് ഡിഫൈൻഡ് കണ്ടീഷൻ. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതെന്താണ്? അത് കൗണ്ട് ഈ ഫംഗ്ഷനാണ് അല്ലേ. അതിനനുസരിച്ച് കൗണ്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടൊരു കണ്ടീഷൻ മീറ്റ് ചെയ്യാൻ മാത്രം അത് കൗണ്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഫംഗ്ഷനാണ് 25ാമത്തെ ഫംഗ്ഷൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കൗണ്ട് ഈഫ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻസും നമുക്ക് അതിൻ്റെ ഒരു കാറ്റഗറി ഓർത്തിരിക്കണം കേട്ടോ. ഫംഗ്ഷൻസിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇത് ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനിൽ ടുഡേ, നൗ, ഡേ, മന്ത്, ഇയർ, ഡേറ്റ് വാല്യൂ ഒക്കെ വരും. മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിലാണ് സമ്മ്, സമീഫ, റൗണ്ട്, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ ഒക്കെ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിലാണ് ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട് ഈഫ്, കൗണ്ട ബ്ലാങ്ക്, റോസ്, കോളംസ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇത് ചിലപ്പോൾ ചോദിച്ചിരിക്കുക. ചിലപ്പോൾ കൗണ്ട് ഈഫ് അത് ഏത് ഫംഗ്ഷനിലാണ് വരുന്നത്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ചോദിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഓരോന്നിൻ്റെയും കീഴിൽ വരുന്ന ഫംഗ്ഷൻസിൻ്റെ പേര് ഓർത്തിരിക്കേണ്ടതാണ്. ദെൻ ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ, ടെക്സ്റ്റ് കൺകാറ്റനേറ്റ്, ലോജിക്കൽ ഫംഗ്ഷൻ ഇഫ് ആൻഡ് നോട്ട് ഓർ, ലുക്കപ്പ് ഫംഗ്ഷൻ ഉണ്ട്, ലുക്കപ്പ്, വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, അക്രിൻഡ്, CMI, PMD ഫംഗ്ഷൻ, PV, FV, PMD, റേറ്റ്, NBV. അപ്പോൾ അതുപോലുള്ള ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലുള്ളൊരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. വേണമെങ്കിൽ ഒരു കോളമായിട്ട് ഇതുപോലെ വരച്ചൊന്ന് എഴുതിയെടുത്തേക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് എ സിംഗിൾ ക്രൈറ്റീരിയ. ഒരു സിംഗിൾ ക്രൈറ്റീരിയ ഉള്ളൂ, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. അത് ഈ ഫംഗ്ഷനാണ് അല്ലേ, അത് ഈ ഫംഗ്ഷനാണ്. ദെൻ അടുത്തത് കുറേ ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ട് വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് മോർ ദാൻ വൺ കണ്ടീഷൻ. കുറേ ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ട് നമ്മൾ ഉള്ള ഫംഗ്ഷനാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നെസ്റ്റഡ് ഫംഗ്ഷൻ ഓർത്തിരിക്കുക. ദെൻ വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു വാല്യൂസ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്സ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓർ ഫംഗ്ഷനാണ് അല്ലേ, അതിന് ഓർ ഫംഗ്ഷൻ എന്നാണ് പറയുക. അടുത്തത് അസ്യൂം ഓർ സെൽ കണ്ടെയ്ൻസ് വാല്യൂ A1 10,000, A2 15,000, A3 അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 29ാമത്തെ വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ സം ഓഫ് ഗിവൺ നമ്പേഴ്സ് ഇൻ എ സെൽ ഓർ റേഞ്ച് ഓഫ് സെൽ വിത്ത് പർട്ടിക്കുലർ കണ്ടീഷൻ ക്രൈറ്റീരിയ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു റേഞ്ചിലുള്ള അതിൻ്റെ വാല്യൂ സം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ സിൻടാക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. 29ാമത്തെ ക്വസ്റ്റ്യൻ സമ്മീഫാണ് ഉപയോഗിക്കുന്നത് അല്ലേ. സമ്മീഫിൻ്റെ സിൻടാക്സ്, അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 2, 3 അല്ലെങ്കിൽ 4 ഫംഗ്ഷൻസ് എഴുതുക, അതിൻ്റെ സിൻടാക്സും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ സമ്മീഫ് എന്ന് നമ്മൾ ഈക്വൽ ടു സൈൻ അടിച്ചിട്ട്
ഈക്വൽ ടു സൈൻ അടിച്ചിട്ട് സം ഇഫ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിലെ റേഞ്ച് കോമ ക്രൈറ്റീരിയ അത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കോമ വീണ്ടും സം റേഞ്ച് അല്ലേ ബ്രാക്കറ്റ് ക്ലോസ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സിൻടാക്സോടെ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്തത് ക്വസ്റ്റ്യൻ നോക്കുക. 30ാമത്തെ അസ്യൂം സെൽ കണ്ടെയ്ൻസ് വാല്യൂസ് A1 A1 10,000, A2 15,000, A3 12,000, 14,000. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് സം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ നമ്മൾ സം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഇത് താഴെ തന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന സം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ, അതായത് ഇവിടെ സം ഇഫ് എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രാക്കറ്റിൽ A1 റേസ് ടു A4 കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾ ലെസ് ദാൻ 14,000 അല്ലേ, ലെസ് ദാൻ 14,000. അപ്പോൾ 14,000-നേക്കാൾ കുറവുള്ള വാല്യൂവിൻ്റെ സം എടുക്കാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഈ സിൻടാക്സ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. 14,000 താഴെയുള്ള ഏതൊക്കെയായിരുന്നു? 12,000 ഉണ്ട്, 10,000 ഉണ്ട് അല്ലേ. 12,000-ഉം 10,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മ് നമുക്ക് 22,000 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. ദെൻ 31ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റിസൾട്ട് ഓഫ് ദി ഫോളോവിങ്? താഴെ പറയുന്നതിൻ്റെ റിസൾട്ടായി ചോദിച്ചിരിക്കുന്നത് റൗണ്ട് അപ്പ് ആണല്ലേ. റൗണ്ട് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനെ അതിൻ്റെ ഡെസിമൽ മാറ്റിയിട്ട്, അപ്പോൾ ഡെസിമൽ 0 ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഡെസിമൽ മാറ്റിയിട്ട് റൗണ്ട് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ 21 എത്രയായിട്ട് മാറും? 22 മാറും അല്ലേ. അപ്പോൾ 45,322 ആണ് ഇതിൻ്റെ ആൻസർ വരിക. റൗണ്ട് ഡൗൺ ആണെങ്കിൽ അത് 21 ഈ ഒരു ആൻസറാണ് വരിക അല്ലേ, റൗണ്ട് ഡൗൺ ആയിരുന്നെങ്കിൽ. ഇനി ദ എറർ മെസ്സേജ് ഇവിടെ #n/a അല്ലേ. ഓക്കെ, ഏത് സമയത്താണ് ഇത്തരത്തിലുള്ള എറർ മെസ്സേജ് വരുന്നത് ചോദിച്ചിരിക്കുന്നത്? വാല്യൂ മിസ്സിംഗ് ഇൻ ഫോർമുല ഓർ ഫംഗ്ഷൻ. ഒരു ഫോർമുലയിലോ ഫംഗ്ഷനിലോ വാല്യൂ മിസ്സിംഗ് ആയിട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള എറർ സൈൻ കാണിക്കുന്നത് അല്ലേ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുക. വിച്ച് ഷോർട്ട് കട്ട് കീസ് ആർ യൂസ്ഡ് ടു ഗോ ടു സെൽ A1? ഒന്നാമത്തെ സെല്ലിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നുള്ളതാണ്. നമുക്ക് Ctrl+Home പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ആ ഒരു സെല്ലിലേക്ക് നേരെ പോകാൻ സാധിക്കും. മെൻഷൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ലിബ്രെ ഓഫീസ് കാൽക്ക്. ഇനി നമുക്ക് കൂടുതൽ മാർക്കുകളുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത്. ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേഷൻ ഈസിയാണ്, ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്തി പറയാം. ദെൻ എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ഫോളോവിങ് ഫംഗ്ഷൻ. കൗണ്ടി ഫംഗ്ഷൻ്റെയും സമ്മി ഫംഗ്ഷൻ്റെയും അതിൻ്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഇവിടെ സെർവർ ഡാറ്റ, ഡൈനാമിക് ചാർട്ട് തുടങ്ങിയ കൂടുതൽ കാര്യങ്ങളുണ്ട് നമ്മുടെ കാൽക്കിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ദെൻ കൗണ്ടി ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടി ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എ റേഞ്ച് ദാറ്റ് മീറ്റ് ഗിവൺ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയൻ മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗിവൺ റേഞ്ച് ഓഫ് സെല്ലിലെ വാല്യൂസ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്പറിൽ എണ്ണി എടുക്കുന്നത് അല്ലേ. എത്ര നമ്പറുകളുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൗണ്ടി ഫംഗ്ഷൻ ഉപയോഗിക്കുക. സമ്മി ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ഗിവൺ ക്രൈറ്റീരിയ അത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക പർട്ടിക്കുലർ റേഞ്ചിൽ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തെടുക്കുന്ന ഫംഗ്ഷനാണ് സമ്മി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സമ്മി ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്, നമ്മളാദ്യം കണ്ടാണ് ഈ ഒരു സിൻടാക്സ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 36ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ സം ഓഫ് ഗിവൺ നമ്പേഴ്സ് ഇൻ എ സെൽ ഓർ റേഞ്ച് ഓഫ് സെല്ല്? ഗീവ് സിൻടാക്സ്. നമ്മൾ റേഞ്ച് ഓഫ് സെല്ലിൽ ഗിവൺ നമ്പർ ഓഫ് കുറേ വാല്യൂസിൻ്റെ സം കണ്ടുപിടിക്കുക, ഗെറ്റ് ദ സം ഓഫ് ഗിവൺ നമ്പേഴ്സ് അല്ലേ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതെന്നുള്ളതാണ് സം ഫംഗ്ഷൻ ആണല്ലേ. FCM സം ഫംഗ്ഷനാണ്. ബ്രാക്കറ്റിൽ നമ്പർ 1 കോമ നമ്പർ 2 അങ്ങനെ എത്ര നമ്പർ ഉണ്ടോ അത്രയായിട്ട് ബ്രാക്കറ്റിൽ അല്ലേ. അങ്ങനെയാണ് നമ്മൾ സം കണ്ടുപിടിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 37ാമത്തത്. ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു കമ്പ്യൂട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് എ ലോൺ. ഒരു ലോണിൻ്റെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനാണ് അല്ലേ. അതിൻ്റെ സിൻടാക്സും ചോദിച്ചിട്ടുണ്ട് 37ാമത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് അവിടെ PMD ഫംഗ്ഷനാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ PMD ബ്രാക്കറ്റിലെ റേറ്റ് കോമ NBR കോമ PV ഇൻറ്റു PV കോമ FV കോമ ടൈപ്പ് അല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ, ഈ പറഞ്ഞ സിൻടാക്സുകൾ. അപ്പോൾ ഏതെങ്കിലും കുറേ ഫംഗ്ഷൻസും കുറേ സിൻടാക്സും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് സെൽഫ് റെഫറൻസിങ് ഇൻ കാൽക്ക്. സെൽഫ് റെഫറൻസിങ് വ്യത്യസ്ത തരത്തിലുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, റിലേറ്റീവ്, ആബ്സല്യൂട്ട്, മിക്സഡ്, സെൽഫ് റെഫറൻസിങ് അല്ലേ. അപ്പോൾ അത് വീണ്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നോട്ട് ഇങ്ങനെ പഠിച്ചാലും മതി കേട്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഗീവ് ദ നെയിം ആൻഡ് സിൻടാക്സ് ഓഫ് എനി 3 ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. ഏതെങ്കിലും 3 ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് അതിൻ്റെ പേരും സിൻടാക്സും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അക്രിൻ്റ്, CMI, PMT, PFV, PV, PMD, റേറ്റ്, NBV അങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ഒരു പേരും ഓർത്തിരിക്കുക, അതിൻ്റെ സിൻടാക്സ് ഓർത്തിരിക്കുക കേട്ടോ. ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ സിൻടാക്സ് ഇത് നിങ്ങൾ എങ്ങനെയാണെങ്കിലും കാണാതെ ആണെങ്കിലും പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ് അതിൻ്റെ ഓർഡറിൽ വരുന്നത് പഠിച്ചു വയ്ക്കുക. നിങ്ങൾ പ്രാക്ടിക്കലിന് കുറച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. CUM, PMD ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. PV ഫംഗ്ഷനുണ്ട്, റിട്ടേൺസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇതാണ് PV ഫംഗ്ഷൻ. അപ്പോൾ ഏതെങ്കിലും FV ഫംഗ്ഷനുണ്ട്, PMD
ഫംഗ്ഷൻ, റേറ്റ്, NPV. അപ്പോൾ ഇതിലേതെങ്കിലും കുറേ എണ്ണങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും. 3-4 പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം റേറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്താണ്, ആ രീതിയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വരാം കേട്ടോ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ നെയിം ആൻഡ് സിൻടാക്സ് ഓഫ് എനി 4 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ്, ആവറേജ്, മിനിമം, മാക്സിമം അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ സിൻടാക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും 4 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവറേജിൻ്റെ സിൻടാക്സ് ഇതാണ്. മിനിമം ഫംഗ്ഷനുണ്ട്, മിനിമം ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. മാക്സിമം ഫംഗ്ഷനുണ്ട്, അതിൻ്റെ സിൻടാക്സ് പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ. അപ്പം കൗണ്ട് ഫംഗ്ഷനുണ്ട് അല്ലേ, കൗണ്ട് ഫംഗ്ഷന്, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഉള്ള വാല്യൂസ് അതിൻ്റെ സിൻടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.